ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ YKK. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയ ഗെയിമായിട്ട് വന്നിരിക്കണം ഗായ്സ്. ഗെയിം ഏതാ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഗെയിം തന്നെ, ഇറ്റ് ഈസ് ഈ ഫുട്ബോൾ. അപ്പോൾ ഗായ്സ്, നമുക്ക് കളി തുടങ്ങാം. ഇംഗ്ലണ്ടും ജർമ്മനിയാണ് ഗായ്സ് മാച്ച്. നമ്മൾ ജർമ്മനിയാണ് ഗായ്സ്. പിന്നെ ഓരോ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഗായ്സ് മാച്ച്. നമുക്ക് ഒരിക്കലും തോൽക്കാൻ പറ്റില്ല. ഓരോ ഗ്രൗണ്ടിൽ പോയി കളിക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ടീം നോക്കുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ മെസ്സി, സെൻറ്റർ മാർട്ടിനേസ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സെക്കൻഡ് സ്ട്രൈക്കർ നെയ്മർ, സെൻറ്റർ ഫോർവേഡ് എംബാപ്പെ, ലെഫ്റ്റ് വിങ് റാഷ്ഫോർഡ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഓരോരുത്തരെ വെച്ച് സബ്ബാർക്കാം. എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് കളി തുടരും. അപ്പോൾ ഗായ്സ്, ആര് ജയിക്കുന്നു എന്തറിയാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഗെയിമിൻ്റെ ബോളിൽ കുറച്ച് കുറക്കാം. കളി തുടങ്ങുന്ന ഓഡിയോ കമൻട്രി കുറച്ച് സ്റ്റേഡിയം കുറച്ച് പിച്ചൂടി കുറച്ച്. അപ്പോൾ ഗായ്സ്, കളി തുടങ്ങി ഗായ്സ്. നമുക്ക് വിജയം വേണം. പക്ഷെ നമുക്കൊന്ന് ബോൾ കിട്ടിയിട്ടൊന്ന് അറ്റാക്കിങ് കിടണം. എംബാപ്പെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യിപ്പിച്ച് നോക്കാം. കോൾ പാൾമറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഗായ്സ്, 4 മിനിറ്റ് നമ്മളൊരു തേങ്ങയും കാട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് അറ്റാക്ക് ഇടാം. നമുക്ക് വല്ലതും നടക്കുക. കറക്റ്റ് ബോൾ ഓവർ ചെയ്ത് കളിച്ചാൽ എന്താണ് ക്ലിയർ ചെയ്ത് വിടുമ്പോൾ ഒന്ന് ഉള്ളിൽ കുട്ടാൽ മതി. ഈസി ബോളാണ്. ശരിക്കും ക്ലിയർ ചെയ്ത് വിടുമ്പോൾ ഉള്ളിൽ കുട്ടാൽ മതി. വെറുതെ ത്രോ ലൈനാണ് ഗായ്സ്. കറക്റ്റ് ബുക്ക് സെക്കൻഡ് വിടരുത്. എന്തുകൊണ്ട് ഗ്യാപ്പ് കൊടുക്കരുത്. എടാ കവറേടാ, എന്താണ് വാട്ട്? ആ സാക്ക അടിച്ചപ്പോൾ ഈ ഇവന് 75 നമ്പർ കുഴപ്പമില്ല. ഇവനെന്താണ് ബോൾ കവർ ചെയ്യണില്ല. എല്ലാവരും സാക്കരെ പേടിച്ച് ബാക്ക് പോവുക. അത്രയും റയറാണ് ഇപ്പോൾ സാക്കൊക്കെ. എല്ലാവരും ഉള്ളിൽ കൂടെ പോയിക്കും. ഇനി അത് പറഞ്ഞ ഞാൻ ഇങ്ങനെ പാസ് ഇടുക ഗൈസ്. ഗോൾ പാർമ, അടുത്ത ഗോൾ പാർമ 13-ാം മിനിറ്റിൽ തന്നെ ഒരു ഗോളും കയറി. ഡിഫൻസിനെ കൊണ്ട് ഇപ്പോഴെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഡിഫൻസും അല്ല, അത് റാഷ്ഫോർഡാണ് എടുത്ത്. കട്ട് ബാക്ക്, ഗുഡ്. 3 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഗായ്സ് ഒരു 2 ഗോള് കയറിയത്. അങ്ങനെയല്ല, ഒരു ഗോള് കയറിയതിന് ശേഷം 3 മിനിറ്റിന് ശേഷമാണ് ഒരു ഗോള് കയറിയത്. എങ്ങനെ നോക്കുകയാണെങ്കിലും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഗായ്സ് ഗോള് കയറി. ഇനി മടക്കണം. ഇനി നല്ലൊരു കളി കളിക്കണം ഗായ്സ്. കളി തുടങ്ങി ഗായ്സ്. പിന്നെ റാഷ്ഫോർഡ് ടു ലെഫ്റ്റ് വിങ് ഡേവിഡ് അലബ. എന്താ റാഷ്ഫോർഡേ കുറച്ച് സ്പീഡിൽ പാസ് കൊടുക്കും ഗായ്സ്. സക്ക ഗുഡ്, നല്ല ബോള്. പാസിങ് എന്താണ് റെഡി ആവാത്തത്? തീരെ ഫോമിലാരും ഒക്കെ. വേറെ ഹാഫ് ടൈമിന് മുമ്പ് ആരെങ്കിലും സബ്ബർക്കേണ്ടിരുന്നു. ഈ ത്രോ ബോള് ഞാൻ ഉദ്ദേശിക്കണ എങ്ങനെ വെച്ചാൽ ആർക്കും ബോളിടണോ ഒരു ക്രോസ് കൊടുക്കാൻ നോക്കുക ഗൈസ്. ഫിൽഫോർഡ് എത്തിയുള്ളൂ. ക്രോസ് ഗൈസ്. റാഷ്ഫോർഡ് നല്ല ബോള്. ഡിഫൻസ് എന്താ കൂട്ടപ്പാടെ. എല്ലാവരും ഡിഫൻസ് തന്നെയാണ്. ഒരു ഫോർവേഡ് ഇറങ്ങുമ്പോൾ എല്ലാവരും ഫോർവേഡ്, ഡിഫൻസ് ഇറങ്ങുമ്പോൾ എല്ലാവരും ഡിഫൻസ്. കീപ്പർ ഇങ്ങനെ സാക്ക അങ്ങനെ അടിച്ചു ലെഫ്റ്റ് കൂടെ കയറി. എന്താ കീപ്പർ എന്ത് കുന്തത്തിനാ നിൽക്കണേ നോക്കി ഗായ്സ്. 25 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഒരു 3 ഗോളാണ് ഗായ്സ് നമ്മൾ വാങ്ങിയത്. മടക്കാൻ നോക്കാം. ഫുട്ബോളാകുമ്പോൾ എന്തും സംഭവിക്കും. ആരപ്പോൾ ഫുൾ റാഷ്ഫോർഡൊക്കെ ലെഫ്റ്റ് വിങ് അങ്ങനെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. മെസ്സിനെ കൊണ്ട് അടുപ്പിച്ച് നോക്കുക ഗൈസ് നമുക്ക്. എന്നാലും അങ്ങനെയെങ്കിലും നടക്കും ഗൈസ്. ഞാൻ ഒന്നും കൂടി സ്റ്റേഡിയത്തിൻ്റെ ഇതിൻ്റെ സൗണ്ടൊന്നും കുറച്ചിട്ടിട്ടെ, എന്നാലേ ആ വോയിസ് കേൾക്കുള്ളൂ. എൻ്റെ വോയിസ് കമൻട്രിട്ട് കുറേത് അങ്ങനെ കൊണ്ടോ. സ്റ്റേഡിയം സ്റ്റുഡിയോ ഡേവിഡ് അലാബൊക്കെ അടിച്ചാൽ നല്ല രസമുണ്ടാവും. കൂടെ മെസ്സി. അപ്പോൾ ഫ്രീ കിക്കിൽ ഞാൻ എക്സ്പേർട്ട് അല്ല. എന്നെ കൊണ്ടൊക്കെ വെച്ചെടുക്കുക. പൂഞ്ചി
എനിക്ക് അടി തന്നെ കണ്ടപ്പോൾ വെച്ചപ്പോൾ തന്നെ ചങ്ങായി ആ പീക്ക് ഫോണിനൊക്കെ ഒന്ന് കോർണറാക്കാൻ പറ്റുമോ. അപ്പോൾ ഗൈസ് കളി പിന്നെ റെസ്യൂമായി വൈറ്റ് കിമീച്ച് ജൂഡ് ബെല്ലിംഗ്ഹാം ഹാരി കെയ്ൻ പാമർ അടിച്ചടി തീരെ സ്പീഡിലായി. അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. കീപ്പറൊക്കെ വെറുതെ വന്നിക്കാണ്. ഇല്ല കീപ്പറാണ് ഗൈസിൻ്റെ അടുത്ത് ആകെ ഒരു കാർഡുള്ള കീപ്പറിൻ്റെ, അതും ഇൻട്രസ്റ്റ് കണ്ടോ. റൈറ്റൊക്കെ ഫ്രീ ആവണം. എന്തിപ്പോൾ ഉണ്ടായത് ഞാനൊന്ന് കണ്ടിട്ട് പോലില്ല. ഡിഫൻസ് ആരും മാർക്ക് ചെയ്യണില്ല. ഞാനത് ഇവിടുന്ന് പാസ് കൊടുക്കുമ്പോഴത്തേന് അവിടെ ആരുമില്ല. അല്ല ഒരു പാസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേനും ആരുമില്ല. എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഗൈസ്. കളി ഇവിടെ വെച്ച് നിർത്തേണ്ടിയിരുന്നു തോന്നുന്നു. ഈ കളി എന്തായാലും തോറ്റു. നമ്മളെ മടക്കാൻ നോക്കും. ഫുഡേ എന്ത് കാശ് ഹാഫ് ടൈമിൻ്റെ ഉള്ളിൽ 5 ഗോളാണ് കാശ്. നമ്മൾ അറിയണില്ല ഒന്നും. ഇങ്ങനത്തെ ലോക്കൽ ഡിഫൻസ് ആണ് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചീന പാസും പറ്റും മടക്കാൻ നോക്കും. ഇവിടുന്ന് അടുപ്പിച്ച് നോക്കി മിസ്സിനെ കൊണ്ട് ജസ്റ്റ് മിസ്. കുഴപ്പമില്ല, 5 ഗോളല്ലേ നമ്മൾ മടക്കും. ഹാഫ് ടൈം ഒരു മനസ്സുഖം. കളി തോൽക്കാൻ ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളല്ലോ. നമുക്ക് സബ്ബറൊക്കെ ഇനി അത്ര വഴി മാത്രമേ ഉള്ളൂ. ഇനി ഒരു വഴി ആ വഴി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. റൈറ്റിങ്ങിലും ലാമിനമാൻ, സെൻട്രൽ ഫോർവേഡ് ലെവൻഡോസ്കി, ഹാരി കെയ്ൻ ഫോർവേഡ്, പിന്നെ ആരുള്ളേ ഇറക്കാം. ഇറക്കാം നമ്മൾ ഫുൾ ഫോർവേഡ്സ് മാറ്റി. നമ്മളെ ഫോർവേഡ് 5 ഫോർവേഡ് മാറ്റി. ഇനി ഫോർവേഡിൻ്റെ കുഴപ്പമാണോ ഡിഫൻസിൻ്റെ കുഴപ്പമാണോ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ബോൾ കൊടുക്കാം. ക്രോസ് ചെയ്ത് കളിച്ചു. എന്താ റിബറി കാട്ടണേ? എന്താണ് അപ്പുറത്ത് നിൽക്കണം കാട്ടണേ? ഇല്ല ഉറപ്പിക്കുക കുഡേ ഫൗളേ ഉണ്ടാവുള്ളൂ. കമ്മിറ്റികൾ കാരണം ഇങ്ങനത്തെ കമ്മിറ്റികൾ പന്ത് തൊടുമ്പോൾ തന്നെ ഫൗള്. അലസാൻഡ്രോ അർണോൾഡ് ഈ കാർഡിൻ്റെ അടുത്ത് ഉണ്ടായിന്ന് തോന്നണം. കളി പിന്നെയും തുടങ്ങി. ഇനി എങ്ങനെ കളിക്കണേ? കിമിച്ച് പന്തെടുക്കുക. ഗുഡേ പന്തെടുക്കണേനൊക്കെ കുട്ടേ പറയാം. അത്രയും ഗുഡായിട്ട് എടുക്കണം. ഇനി ഒന്നും ഉള്ളിലേക്ക് കൊടുക്കറി പറയും. എന്ത് തേങ്ങ കാണാനെ ഇറക്കിക്കണേ? ഇല്ല കിമിച്ചോ ഞാൻ കൊടുക്കാൻ നോക്കണ പാസുകളൊക്കെ വേറെ ആയിരിക്കും, പക്ഷെ പോണ പാസുകളൊക്കെ ആയിരിക്കും. ഇതിൽ എത്ര ആൾക്കാരെ ഫോർവേഡ് അതാണ് എനിക്കറിയാത്തത്. ക്ലിയർ ചെയ്തുകൊണ്ട് ഗുഡ് ക്ലിയറൻസിലേക്ക് ഗുഡ് പറയും, പക്ഷെ എന്തൊരു മിസ്റ്റേക്കാണ് ഇവർ വരുത്തുന്നത്. ആ മിസ്റ്റേക്ക് കാണുമ്പോഴാണ് ക്ലിയർ അടിക്കുന്നത്. പക്ഷെ നമുക്ക് മാൻ ടു മാൻ ഇടാം. ക്ലിയർ 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 ആർക്കാണ് നല്ല വാസം. റൈറ്റ് ഗുവാ ജൂലിയൻ അൽവാരസ് ക്രോസ്. എന്താണ് ക്രോസ് കൊടുക്കുമ്പോൾ ഗ്രൗണ്ട് ബോളൊക്കെ പോണത്? അപ്പം ഗായ്സ് ഹാരി കെയ്നെ ഫിൽ ഫോഡൻ ഇപ്പോൾ കൊണ്ടുപോകും. ഫോഡൻ അടുത്ത ഗോൾ എന്തേ ആവും. എഡർസണൊക്കെ ബോൾ പിടിക്കാൻ തോന്നി. ഒന്ന് ബാക്ക് കളിച്ചാ ഗുഡ് ഡിഫൻസിൻ്റെ അർണോൾഡ് മൂഞ്ചി. ലെവൻഡോസ്കി മുക്കിക്കോ. നല്ല പാസ്. ലെവൻഡോസ്കി തന്നെ സബ് ഇപ്പം ഇറക്കിയിട്ടുള്ളൂ. എന്നാൽ എനിക്ക് സ്റ്റാമിന ഇല്ല. മണ്ടാനും കയ്യിലൊരു തേങ്ങക്കും കയ്യില. ഒറ്റ വഴി കാണാനില്ല. ഒരു വഴിയും കാണാനില്ല. ഏതാ പാസ്സൊക്കെ ഉള്ളിക്ക് ക്രോസ് കൊടുക്കാൻ നോക്കിയതാ, പക്ഷെ പോയതാണെങ്കിലോ വിങ്ങും. അപ്പം ഗായ്സ്
ഇനി കളി തീരാൻ എത്ര 15 മിനിറ്റോ അത്രയോ ബാക്കിയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്കിനി മടക്കാൻ എന്തായാലും നോക്കണം. ലാമിൻ യമാൽ ടു ഫ്രാങ്ക് റിബറി ഗുഡ് ബോൾ റിസീവ് ചെയ്തതിന് നന്ദിയടാ. പാസ് കളി ആദ്യത്തെ കോർണർ അവസാനത്തെ കോർണർ ഫസ്റ്റ് ഈസ് ദ ലാസ്റ്റ്. നമുക്ക് ഷോർട്ട് കോർണർ ആക്കിയിട്ടായിരുന്നു ലാമിൻ യമാൽ റൈറ്റ് ഡേവിഡ് അലബാക്കൻ അങ്ങനൊക്കെ കാക്കാൻ കഴിയൂ. ഓട്ടൻ പന്ത് കൂട്ടിയ പുറത്തേക്കുള്ള ബോളിന് ആരും ഉള്ളിലില്ല. ഞാൻ കളിച്ചില്ല ഏറ്റവും വേസ്റ്റ് കളി ഞാനാ പറയാം. ഫിൽ ഫോർഡൻ പന്ത് പോയി ആകെ കണ്ട് എത്ര ഡിഫൻസ് 2 ഡിഫൻസ്. ഡിഫൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും, എന്നാലേ പോയല്ലോ നടക്കുള്ളൂ. ഇതാണ് ഗായ്സ് പന്തത്തെ തൊടുമ്പോത്തിന് പുറത്ത് പോവാ ദേഷ്യം പിടിക്കുന്നത്. എങ്ങനെയെങ്കിലും പോലെ ക്ലീൻ ഷീറ്റെങ്കിലും തകർക്കാൻ നോക്കാം, അതെങ്കിലും നടക്കും നോക്കാം. എന്തായാലും കളിയിലാനാകെ 3-4 മിനിറ്റ് ഉള്ളൂ. മുഞ്ചി ഡേവിഡ് അലാബ കറക്റ്റ് കട്ട് ബാക്കായി പോവും. ടാക്കിൾ ചെയ്തു കേട്ടോ. 3 മിനിറ്റ് ടൈമാണ് കടന്നുറങ്ങണ. അപ്പോൾ കളി അവസാനിച്ചു. നമ്മളെ ജർമ്മനി 5-0 എന്ന സ്കോറിൽ മുട്ടയിട്ട് പൊട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.